ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒമ്പതാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്ന 8 പേർക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എത്രയാണെന്ന് ഇവിടെ പരിശോധിക്കുകയാണ്. അനുമോളും നൂറയും ലക്ഷ്മിയും അടക്കം ആ വീട്ടിലെ പ്രധാനപ്പെട്ട 8 പേർ ഇത്തവണ എവിക്ഷന് വന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ്. 5 പേർ ഷാനവാസും മനീഷൊക്കെ ഒഴിച്ചുള്ള 5 പേര് ഇത്തവണ വന്നിട്ടില്ല. ഈ വന്ന 8 പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഒന്നാം സ്ഥാനം തുടരുന്നത് അനുമോളാണ്. അനുമോക്ക് 12,400 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രേക്ഷക പിന്തുണ അവകാശപ്പെടാവുന്ന ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ അനുമോള്. അനുമോക്ക് കുടുംബ പ്രേക്ഷകരുടെ ശക്തമായ പിന്തുണ ഉണ്ട് എന്നതാണ് ഈ വോട്ട് നില സൂചിപ്പിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് 9,750 വോട്ടാണ്. അതിനേക്കാൾ ഒരുപാട് ഫാൻസ് കൂടുതലാണ് നൂറയ്ക്ക്. നൂറയുടെ സ്വഭാവവും നൂറ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയും ഇതിനോടകം തന്നെ പ്രേക്ഷകർ ചർച്ചയാക്കിയതാണ്. 9,750 വോട്ടുകൾ നേടിയാണ് നൂറ രണ്ടാം സ്ഥാനത്തെത്തിയത്. മൂന്നാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്ക് 8,800 വോട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് LGBTQ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ വിവാദമായെങ്കിലും പുറത്ത് ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കാൻ ലക്ഷ്മിക്ക് സാധിച്ചു. 8,800 വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനം ലക്ഷ്മിയും 7,560 വോട്ടുകളുടെ കൂടി നാലാം സ്ഥാനത്ത് ജിസേലുമാണ്. ജിസേലിനും ഈ പറഞ്ഞതുപോലെ വ്യക്തമായ രീതിയിലുള്ള ഫാൻ ബേസ് അവിടെയുണ്ട്. ആൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ പോലും കണ്ടൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫാൻസ് കൂടുതലായിട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. 5-ാം സ്ഥാനത്തുള്ള നെവിന് കിട്ടിയിരിക്കുന്നത് 7,200 വോട്ടാണ്. അതായത് നെവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെവിന് അങ്ങനെ ഭയങ്കരമായ ഫാൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും എൻ്റർടൈനർ ആയതുകൊണ്ട് തന്നെ ന്യൂട്രലായിട്ടുള്ള ഒരുപാട് ഫാൻസ് നെവിനുണ്ട്. അതിന് തെളിവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 7,200 വോട്ട്. 6-ാം സ്ഥാനത്തുള്ള ആദിലയ്ക്ക് കിട്ടിയിരിക്കുന്നത് 6,230 വോട്ടാണ്. ആതിരയുടെ കാര്യം അല്പം ഡേഞ്ചറസാണ്. കാര്യം നൂറ കൂടി ഉള്ളത് കൊണ്ട് നൂറയുടെയും ആതിരയുടെയും വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഇപ്പോൾ ആതിരയ്ക്ക് വോട്ട് വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 7-ാം സ്ഥാനത്തുള്ള സാബുമാന് കിട്ടിയിരിക്കുന്നത് 5,900 വോട്ടാണ്. സാബുമാനും ഈ പറയുന്നത് പോലെ അവിടെ എന്തിനാണ് നിൽക്കുന്നതെന്ന് സാബുമാനും പോലും വ്യക്തമായിട്ട് ധാരണയില്ല. കഴിഞ്ഞ 2 ആഴ്ച എന്തോ ഭാഗ്യത്തിൻ്റെ പേരിൽ പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു. ഇത്തവണ എന്തായാലും ഡേഞ്ചർ സോണിലാണ്, പുറത്താവാൻ ചാൻസ് കൂടുതലാണ്. ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് നമ്മുടെ ഒനിയൽ സാബുവാണ്. ഒനിയൽ സാബു ഇതിന് മുമ്പുള്ള ആഴ്ചകളിലേ പോകാനുള്ള ആളായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ ക്യാപ്റ്റൻ ആയതുകൊണ്ടും ആരും നോമിനേറ്റ് ചെയ്യാത്തതുകൊണ്ടും ഇത്രയും ദിവസം പിടിച്ചു ചെയ്യുന്നു. ഇപ്പോൾ 5,500 വോട്ടുകളുടെ കൂടി ഏറ്റവും അവസാന സ്ഥാനത്താണ് നമ്മുടെ ഒനിയൽ സാബു ഉള്ളത്. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച വോട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ പോകുന്ന ആൾ അനുമോളായിരിക്കും. കാര്യം അനുമോക്കാണ് വരുന്ന പോളുകളിലെല്ലാം വോട്ട് കൂടുതൽ. ഏറ്റവും കുറവ് വോട്ട് നേടാൻ പോകുന്ന ആൾ ഒനിയൽ സാബു ആയിരിക്കും. ഈ ആഴ്ച ഒരു എവിക്ഷനാണുള്ളതെങ്കിൽ ഒനിയൽ സാബു ബിഗ് ബോസ് വീഡിയോട്ട് ഇവിടെ പറയും. അതല്ല 2 എവിക്ഷനാണെങ്കിൽ ഒനിയൽ സാബുവിനോടൊപ്പം തന്നെ നമ്മുടെ ആകാശ് സാബുമാനും ഈ വീട്ടിൽ നിന്നും പുറത്താവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അവിടെ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ കയറി അവർക്ക് വോട്ട് ചെയ്ത് അവിടെ നിലനിർത്തുക.